മംഗളൂരു ബണ്ട്വാളിൽ ബൈക്കിലെത്തിയ സംഘം യുവാവിനെ വെട്ടിക്കൊന്ന കേസിൽ 3 പേർ അറസ്റ്റിൽ. ബണ്ട്വാൾ സ്വദേശി അബ്ദുൾ റഹീമിനെ ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഒരു മാസത്തിനിടെ ഈ മംഗളൂരു നഗരത്തിലെ ഏകദേശം 3ാമത്തെ കൊലപാതകമായിരുന്നു അരങ്ങേറിയത്. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ്, ഈ സമീപ പ്രദേശങ്ങൾ ഉൾപ്പെടെ നടത്തിയ അന്വേഷണത്തിലാണ് 3 പ്രതികളെയും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത്. ഒടുവിൽ 3 പേരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഈ 3-അംഗ സംഘം, ഇപ്പോൾ അറസ്റ്റിലായ 3-അംഗ സംഘമാണോ ഈ ക്രൂരകൃത്യം നടത്തിയത്? പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ എങ്ങനെ നീങ്ങുന്നു? ടോമെ, 15 പേരാണ് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതായത് ബൈക്കിലെത്തിയ ഈ സംഘം കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അബ്ദുൾ റഹീമിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. പിക്കപ്പ് ഡ്രൈവറായ ഈ അബ്ദുൾ റഹീം മണൽ കയറ്റുന്നതിനായി എത്തിയ സമയത്തായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്. ഈ 15-അംഗ സംഘം, ബൈക്കിലെത്തിയ സംഘം ഇയാളെ ഈ പിക്കപ്പ് വാനിൽ നിന്നും ഡ്രൈവർ സീറ്റിൽ നിന്നും വലിച്ചു പുറത്തിട്ട് അതിക്രൂരമായി മാരകായുധങ്ങൾ ഉപയോഗിച്ച്, വാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഇതിൽ ടോം സൂചിപ്പിച്ചത് തന്നെയാണ് ഏറ്റവും പ്രധാനം. 3 കൊലപാതകങ്ങളാണ് തുടർച്ചയായി മംഗളൂരുവിൽ നടന്നത്. അതും പകരത്തിന് പകരം എന്ന നിലയിൽ വർഗീയ സംഘർഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള കൊലപാതകം. എന്നാലും ആ കേസിലാണ് ഇപ്പോൾ 3 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ കേസിൽ പ്രതികളെ പിടികൂടാൻ വളരെ വൈകി, അത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ മറ്റൊരു സംഭവവികാസങ്ങളിൽ ഉണ്ടായത്. പ്രത്യേക ദൗത്യ സംഘത്തെ ഇപ്പോൾ രൂപീകരിച്ചിരുന്നു. അതായത് നേരത്തെ നക്സൽ സ്ക്വാഡിന്റെ തലവനായിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഇതിന്റെ ഇപ്പോൾ പുതിയ ദൗത്യ സംഘത്തിന്റെ മേധാവി. ആ ഒരു സംഘം ഇത്തരത്തിൽ വർഗീയ സംഘർഷങ്ങൾ, പ്രത്യേകിച്ച് വർഗീയ സംഘർഷങ്ങൾ മംഗളൂരുവിലും പരിസര പ്രദേശങ്ങളിലും കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നടക്കുന്ന വർഗീയ സംഘർഷങ്ങൾ നിരീക്ഷിക്കാനും അത് കണ്ടെത്താനും അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനുമാണ് ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു ദൗത്യ സംഘത്തെ നിയോഗിച്ചിട്ടുള്ളത്. പ്രധാനപ്പെട്ട ഈ മംഗളൂരു പരിസര പ്രദേശങ്ങളിലുമുള്ള സ്ഥലത്ത് 256ഓളം പേരടങ്ങുന്ന വലിയൊരു സംഘമാണ് ഈ ദൗത്യ സംഘത്തിലുള്ളത്. ഈ സംഘം ഇത്തരത്തിലുള്ള കേസുകൾ, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അന്വേഷിക്കും. എന്നാലും ഈ കൊലപാതകത്തോടുകൂടി വലിയ വിവാദമായിരിക്കുന്നത് ഈ പ്രതികളെ പിടികൂടാൻ വൈകി എന്ന് തന്നെയാണ്. അതിൽ സിറ്റി പോലീസ് കമ്മീഷണർ അനുപം അഗർവാളിനെതിരെ നടപടി വന്നിരിക്കുന്നു. ഇദ്ദേഹത്തെ ഇപ്പോൾ ഉടുപ്പിയിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നു. അതുപോലെ തന്നെ ദക്ഷിണ കന്നഡ എസ് പിക്കും ഇപ്പോൾ സ്ഥലം മാറ്റം നൽകിയിരിക്കുന്നു. എന്തായാലും തുടർച്ചയായി ഇത്തരത്തിൽ അക്രമങ്ങൾ ഉണ്ടാവുന്നതും അത് പോലീസിന് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ പോകുന്നതും കണക്കിലെടുത്താണ് ഇപ്പോൾ നടപടി. ഈ 2 പേർക്കും എതിരെ നടപടിയെടുത്തിട്ടുള്ളത്. പുതിയ സിറ്റി പോലീസ് കമ്മീഷണർ നേരത്തെ ഉണ്ടായിരുന്ന ആളാണ് ഇപ്പോൾ മംഗളൂരുവിൽ തുടർച്ചയായി, അതായത് ഒരു മാസത്തിനിടെ 3 കൊലപാതകം നടക്കുന്നു. ഇതിന് മുൻപ് നടന്ന ബജ്രംഗ് ദൾ പ്രവർത്തകന്റെ കൊലപാതകവുമായി ഇതിന് ബന്ധമുണ്ടോ? അതിന്റെ കുടിപ്പകയായി ഇതിനെ കാണണോ? അങ്ങനെയെങ്കിൽ ഒരു വർഗീയ സംഘർഷങ്ങൾ ഈ മംഗളൂരുവിൽ വീണ്ടും തുടർച്ചയായി ഉണ്ടാകുന്നതോടെ പോലീസ് എത്രത്തോളം ജാഗ്രതയിലാണ്? തീർച്ചയായും അത് വളരെ പ്രാധാന്യമുള്ള ഒരു ചോദ്യം തന്നെയാണ് ടോമെ. ആദ്യം വയനാട് സ്വദേശി, പുൽപ്പള്ളി സ്വദേശി അഷ്റഫിനെ ഒരു സംഘം ചവിട്ടി ആക്രമിച്ച് ആൾക്കൂട്ടം കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിന് തൊട്ടു പിന്നാലെയാണ് ബജ്രംഗ് ദൾ പ്രവർത്തകനും നേരത്തെ ഒരു കൊലക്കേസിലെ പ്രതി കൂടിയായ സുഹാസ് ഷെട്ടിയെ, അതായത് മെയ് 1-നാണ് ഇത്തരത്തിൽ പട്ടാപ്പകൽ ആളുകളുടെ ഒക്കെ മുന്നിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് കൃത്യമായ ഇപ്പോൾ അബ്ദുൾ റഹ്മാന്റെ ഈ കൊലപാതകം നടന്നത്. ഏതായാലും ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്. തുടർ ആക്രമണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് മംഗളൂരിലുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് വലിയ ജാഗ്രതയിലായിരുന്നു. പക്ഷേ പോലീസ് അത്തരത്തിൽ ജാഗ്രതയുണ്ടെന്ന് പറയുമ്പോഴും പല സ്ഥലങ്ങളിലും ഇതിനെ തുടർന്ന് സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. ബസ്സിന് നേരെ കല്ലെറിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്ക് നേരെ അക്രമം ഉണ്ടായിരുന്നു. അത്ര നിരവധി പേരെ ഇത്തരത്തിൽ ആക്രമിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പോലീസിനെതിരെ, സിറ്റി പോലീസ് കമ്മീഷണർക്കെതിരെ തന്നെ ഒരു നടപടി ഇപ്പോൾ കർണാടക സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത്. അതുകൂടാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രത്യേക ഒരു ദൗത്യ സംഘത്തെയും ഇപ്പോൾ ഇതിനെ അന്വേഷിക്കാൻ, ഇത്തരത്തിൽ വർഗീയ സംഘർഷങ്ങൾ തടയാൻ മാത്രമായി ഒരു സംഘത്തെ രൂപീകരിക്കുന്ന സാഹചര്യം ഏതായാലും മംഗളൂരിൽ ഉണ്ടായി. പകരത്തിന് പകരം എന്ന നിലയിൽ കൊലപാതകങ്ങൾ നടന്നു. അതുകൂടാതെ നിരവധി പേരെ ആക്രമണത്തിന് ഇരയായ സംഭവം ഉണ്ടായി. അതുമാത്രമല്ല വാഹനങ്ങൾ, അതുപോലെ തന്നെ ബസ്സുകൾ ഉൾപ്പെടെ തകർക്കുന്ന സംഭവം ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് വലിയ തോതിൽ ഒരു ആശങ്ക ഏത് സമയത്തും മംഗളൂരുവിലും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിൽ ഒരു സംഘർഷം. വയനാട് സ്വദേശിയുടെ കൊലപാതകം, അതേ തുടർന്നാണ് ഈ കൊലപാതക പരമ്പര തന്നെ അരങ്ങേറുന്നത്. വയനാട് സ്വദേശിയെ കൊലപ്പെടുത്തിയത് പാക് അനുകൂല മുദ്രാ
മുദ്രാവാക്യം വിളിച്ചു എന്നതിൻ്റെ പേരിലായിരുന്നു. അതിനപ്പുറം ആ കേസിലൊരു ഗൂഢാലോചന ഉണ്ടായിരുന്നോ? മാത്രമല്ല ഏറ്റവും ഒടുവിൽ ഈ സംഭവിച്ച ഈ കൊലക്കേസും ഇതേ തുടർന്നുള്ള, അതായത് തുടർച്ച ഉണ്ടാകുന്ന ഈ വർഗീയ സംഘർഷങ്ങളുടെ ഭാഗമാണോ അതോ അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ വൈരാഗ്യം ഉണ്ടോ? എന്താണ് പോലീസിൻ്റെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഈ കേസന്വേഷണത്തിൽ നിന്നും വ്യക്തമായിരിക്കുന്ന വിവരങ്ങൾ? ടോമെ, ഈ വർഗീയ സംഘർഷമാണ് കൃത്യമായി മംഗളൂരുവിൽ നടക്കുന്നതെന്ന് പറയേണ്ടി വരും. അതിനിടയിലും ഈ സുഹാസ് ഷെട്ടിയെ കൊലപാതകവും നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ ഈ കൊല നടത്തിയതിൽ നേരത്തെ സുഹാസ് ഷെട്ടി ഒരു കേസിൽ പ്രതിയായിരുന്നു. ആ കേസിലെ കൊല്ലപ്പെട്ട അയാളുടെ സഹോദരൻ ഈ കേസിൽ സുഹാസ് ഷെട്ടിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയാണ്. അത്തരത്തിൽ ഒരു കണക്ഷൻ ഈ ഒരു കൊലപാതകത്തിനുണ്ടായിരുന്നു. പക്ഷേ ഈ അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന ഈ വ്യക്തി ഏതെങ്കിലും തരത്തിൽ വലിയ സജീവമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഇയാൾക്ക് നേരത്തെ മുൻ ക്രിമിനൽ കേസുകളോ ഒന്നും തന്നെ ഇല്ലാത്തൊരു വ്യക്തിയാണ്. ഇയാൾ ഒരു പള്ളി കമ്മിറ്റി ഭാരവാഹി കൂടിയായിരുന്നു. സ്വന്തം ഓട്ടോറിക്ഷ എടുത്ത് ഇത്തരത്തിൽ മണൽ വിൽപ്പന നടത്തി ഉപജീവന മാർഗം കണ്ടെത്തുന്ന ഒരാളായിരുന്നു ഇയാൾ. അത് പോലീസ് ഈ പരാതിയിൽ പ്രത്യേകിച്ച് പറയുന്നത് വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു കൊലപാതകം എന്ന് കൃത്യമായി ഈ പരാതിയിൽ പറയുന്നുണ്ട്. പോലീസും ഈ കാര്യം പറയുന്നുണ്ട്. പക്ഷേ ഈ കേസിൽ ഈ ചൊവ്വാഴ്ചയാണ് ഈ കൊലപാതകം അരുംകൊല നടന്നത്. ഈ പ്രതികളെ പിടികൂടുന്നത് ഇന്നാണ്. ഇത്രയും ദിവസം താമസിച്ചു. അതുതന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു വീഴ്ച അതിൽ സംഭവിച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ അതിന് പ്രതികളെ പിടികൂടുന്ന സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ ഈ സംഘർഷങ്ങൾ ഒരുപക്ഷെ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ മലയാളികൾ ഉൾപ്പെടെ മംഗളൂരുവിനെയാണ് ആശ്രയിക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും അതുപോലെ തന്നെ ആശുപത്രികളായാലും ഒരുപാട് മലയാളികൾ ആശ്രയിക്കുന്നത്. മാത്രമല്ല കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും ജോലികൾക്കും മറ്റുമായി മംഗളൂരുവിൽ തങ്ങി അവിടെ താമസിക്കുന്നവർ ഒരുപാടുണ്ട്. അവരെല്ലാം ആശങ്കപ്പെടുത്തുന്ന രീതിയിലാണ് മംഗളൂരുവിൽ കഴിഞ്ഞ ഏതാനും ഈ ഒരു കുറച്ചു മാസങ്ങളായി ഇത്തരം സംഭവവികാസങ്ങൾ നടക്കുന്നത്. അത് പോലീസിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട മുന്നറിയിപ്പുള്ളത് രാത്രി കാലങ്ങളിൽ ഒറ്റപ്പെട്ട് നടക്കുന്നത് ഒഴിവാക്കണം എന്നാണ്. അത്രത്തോളം ഒരു സംഘർഷാവസ്ഥ, ഒരു സംഘർഷ അന്തരീക്ഷം മംഗളൂരുവിൽ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പെട്ടെന്ന് കർണാടക സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടായിരുന്നു ഇത്തരത്തിൽ തുടർച്ചയായി കൊലപാതകം നടക്കുകയും പ്രതികളെ പിടികൂടാൻ വൈകുന്നതുമൊക്കെ. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചത്. അവർക്ക് പ്രത്യേക അധികാരം നൽകി ഈ ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒരു സംഘത്തെ നിയോഗിച്ചത്. 256 പേരടങ്ങുന്ന ഒരു പ്രത്യേക സംഘമാണ് ഇനി ഇത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് തുടർ കേസുകളിലും അന്വേഷണം നടത്തുക. അവർ ഈ 5 താലൂക്കുകൾ കേന്ദ്രീകരിച്ച് ഇവർ ഈ പ്രവർത്തനം നടത്തും. ഇത്തരം കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കും, നിരീക്ഷിക്കും, സൈബർ ഇടങ്ങൾ നിരീക്ഷിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് മംഗളൂരു വലിയ തോതിൽ ഈ പ്രചരണം, ഈ വാട്സാപ്പ് വഴിയൊക്കെ വലിയ തോതിൽ ഇത്തരത്തിൽ വർഗീയ സംഘർഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള, സ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളുള്ള ഒരുപാട് മെസ്സേജുകൾ ഇത്തരത്തിൽ വരുന്നത് ഊർജിതമാണ്. ഏറ്റവും ഒടുവിൽ യുവാവിനെ സംഘം ചേർന്ന് ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ 3 പേരെ പോലീസ് പിടികൂടിയിട്ടുമുണ്ട്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക്.